ശ്രീ എ സജീവൻ, അയോധ്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുകയല്ലേ അല്ലേ? തീർച്ചയായിട്ടും അയോധ്യയുടെ ചരിത്രത്തിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നേരത്തെ തീർത്തും അപ്രസക്തമായിരുന്ന അധികം വികസനമില്ലാതിരുന്ന അയോധ്യയിലേക്ക് വലിയ വികസനമാണ് വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ ആ വികസനം വരും. സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ ഏത് ഇതാണെങ്കിലും ഒന്നും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ, ആ സ്ഥാപനം പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് അവിടേക്ക് ആളുകൾ പോകും. ഉദാഹരണം നമ്മുടെ താജ്മഹൽ സാധാരണഗതിയിൽ അതൊരു ഖബർ മാത്രമാണ്. അങ്ങനെ ഒരു ഖബറിൽ ആളുകൾ സാധാരണ പോണില്ല. ഒരു ഖബർ സിയാറത്ത് നടത്തും മുസ്ലിങ്ങളൊക്കെയാണ് ഖബർ സിയാറത്ത് പറയും. അതിനൊക്കെ പോകുന്ന ആളുകളല്ലാതെ പോവില്ലല്ലോ. പക്ഷെ അവിടെ പോകുന്നതിന് പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ഒരു മനോഹാരിത, ആ കെട്ടിടത്തിന്റെ മനോഹാരിത. രണ്ടാമത്തേത്, അത് ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന രൂപത്തിൽ പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ്. പിന്നെ ഒരു വലിയ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ ഇത്. അതുകൊണ്ടൊക്കെയാണ് വലിയ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഒരു പക്ഷെ നല്ലൊരു തരത്തിൽ വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ട് മാറി. പ്രധാനമന്ത്രി പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് രണ്ട് കാര്യം കൊണ്ട് അവിടെ വലിയൊരു സംഭവമായിട്ട് മാറുക. ഒന്ന്, അത് ഒരു പ്ലേസ് ഓഫ് പിൽഗ്രിമേജ് എന്നുള്ള രീതി, അത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ വിവാദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും തോന്നും ഹിന്ദുക്കൾക്ക് ആവണമെന്ന് പോലില്ല, അവിശ്വാസികൾക്കും മറ്റുള്ള ആൾക്കൊക്കെ തോന്നും ഒന്ന് പോയി കാണണം എന്ന്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവിടേക്ക് ആ രീതിയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണം ശക്തമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ബോംബെയിൽ നിന്നും ദിവസം എത്ര ട്രെയിൻ, ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ട്രെയിൻ അവിടേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ പോകും. അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പോയി കാണുന്നു. കാരണം നമ്മൾ കാണാത്ത ഇതുവരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അതൊരു വിനോദ സഞ്ചാര ടൂറിസത്തിന്റെ പ്ലേസ് ഓഫ് ടൂറിസമാണ്. ടൂറിസം പോയിന്റ് ആയിട്ട് കൂടി അതിനെ കാണുക. കാരണം ആളുകൾ പല സ്ഥലത്തേക്കും പോകും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടെ വികസനം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ രീതിയിൽ വലിയ എന്താണ് അടുത്ത കാലത്ത് ഇനി ആളുകൾ ടൂറിസ്റ്റുകളാണെങ്കിലും അതെല്ലാം പിൽഗ്രിമേജിന് പോകുന്ന, തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളാണെങ്കിലും ഒക്കെ നന്നായിട്ട് പോകുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ പോകുന്നത് വാരാണസിയിൽ പോകുന്ന പോലെയോ മറ്റെവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ കൂടുതൽ പോവാൻ സാധ്യതയുള്ള സ്ഥലം ഇവിടെ തന്നെ അയോധ്യയായിരിക്കും. അതിന് ഒന്നാമത്തെ ആ സ്ട്രക്ചർ, പുതുതായിട്ടുള്ള സ്ട്രക്ചർ, അതിനെക്കുറിച്ചുള്ള കേൾക്കുന്ന ഓരോരോ ഇതും നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ളതാണ്. അതിന് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള അപ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ടാകും. ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു വലിയ വികാരമാണ്, സംശയമില്ല. ഭക്തർക്കൊരു ആ രീതിയിലൊന്നുണ്ട്. മറ്റുള്ള ആളുകൾക്കാണെങ്കിലും ഈ തരത്തിൽ അവർക്ക് ഒരുപക്ഷെ ആ സ്ഥലത്തിന്റെ കൗതുകം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ സൗകര്യം വെച്ചുകൊണ്ടോ ക്ഷേത്രത്തിന്റെ സൗകര്യം വെച്ചോ ആ അത്ഭുതം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ടൂറിസം സ്പോട്ട് എന്നുള്ള നിലയ്ക്കൊക്കെ ആളുകൾ പോകും. എന്നാലും ഈ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ഒരു എന്താണ് മൈൽ സ്റ്റോണിൽ എടുത്താൽ ഒരു മൈൽ സ്റ്റോൺ ആണ്, അതിൽ സംശയമില്ല. നമ്മളിപ്പോ രാഷ്ട്രീയത്തിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെയല്ലോ. ഇത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അവിടേക്ക് ഭക്തർക്കായാലും സഞ്ചാരികൾക്കായാലും ഒക്കെ തുറന്നു കൊടുക്കുന്നതോട് കൂടിയിട്ട് വലിയ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. അത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുമ്പുള്ള സംഭവം അതിനുശേഷമുള്ള സംഗതികളൊക്കെ വരെ ആയിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഒന്നല്ല. അതിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇപ്പൊ നേരത്തെ പല ആളുകളും ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇപ്പൊ യെച്ചൂരി എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്തിയോട് വിരോധമില്ല, ഭക്തി ആളുകളവിടെ പോകുന്നതിനോട് വിരോധമില്ല. ഒരു പക്ഷെ പോകുന്നതിൽ നല്ലൊരു ശതമാനവും ഈ ശബരിമലയുടെ കാര്യത്തിൽ പറഞ്ഞില്ല. നേരത്തെ ശിവദാസ് മേനോൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. കാരണം അവിടെ പോകുന്നതിൽ ഭൂരിപക്ഷം ഞങ്ങളുടെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ധാരാളം പോയേക്കാം, ഭക്തരായിട്ട് പോയേക്കാം, അതല്ല അവര് സഞ്ചാരികളായിട്ട് പോയേക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും അവിടെ ഈ ക്ഷേത്രം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വികസനങ്ങൾ കൂടി ഇനി വരുന്നുണ്ട്. അത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിന്റെ മുഴുവൻ അവസ്ഥ തന്നെ മാറും. അവിടെയുള്ള വരുമാനത്തിന്റെ സ്രോതസ് മാറും. അത് ക്ഷേത്രത്തിന്റെ വരുമാനം മാത്രമല്ല, അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിക്കും. ജനങ്ങൾക്ക് വലിയ ഒരു വരുമാന സ്രോതസ്, തൊഴിൽ ധാരാളം കിട്ടും. അവിടെ ഈ കച്ചവട സ്ഥാപനങ്ങൾ എത്ര വരും,
അത് ഇത്രയും ആളുകൾ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യം സംശയമില്ല. ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു, അതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും. യെസ് യെസ് യെസ്